എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കി കളയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, കാര്യങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷേ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ പിൻബലത്തിലോ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളുടെ പിൻബലത്തിലോ ഒക്കെ നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ നഷ്ടങ്ങൾ, ഒരു ഇൻ്റർവ്യൂ പരാജയപ്പെടുന്നത്, ഒരു പരീക്ഷ പരാജയപ്പെടുന്നത്, ഇതൊക്കെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളും ചില അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന മാനസികമായ അസ്വസ്ഥതകളും സന്തോഷമില്ലായ്മയൊക്കെയാണ്. എന്നാൽ ഇന്ന് പറയുന്നത് നമ്മുടെ കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന, സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങുന്ന കാലം തൊട്ട് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഇടവേളകളില്ലാതെ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്ന, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്ന രണ്ട് കാരണങ്ങളെക്കുറിച്ചാണ്. ഈ രണ്ട് കാരണങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്വാധീനിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളെ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതല്ലാതെ ജീവിതകാലം മുഴുവൻ ചില സങ്കടങ്ങൾ ചില ആളുകൾക്കുണ്ടാവും, വിധി പോലെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും ഒരേപോലെ സ്വാധീനിക്കുന്ന പൊതുവായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അത് മറ്റൊന്നുമല്ല, ഒന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്, മറ്റൊന്ന് നമ്മുടെ ബാധ്യതകളും. ചുരുക്കി പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമാണ് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ ജോലിപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ബാധ്യതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലുടനീളം ഇടവേളകൾ പോലും ഇല്ലാതെ എപ്പോഴും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കി കളയുന്ന രണ്ട് കാര്യങ്ങൾ. എന്നാൽ ഇവിടെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം, ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ജീവിതത്തിൻ്റെ മനസ്സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷങ്ങളെയും മനസ്സമാധാനത്തെയും വീണ്ടെടുക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ ബാധ്യതകളോടൊപ്പം തന്നെ ജീവിതത്തെ ആസ്വദിച്ചിട്ട് ജീവിതത്തെ സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് വേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും ലളിതമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലളിതമാക്കുക എന്ന് പറയുമ്പോൾ അതിനെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഇത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ എപ്പോഴും മനസ്സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. ഇനി നമുക്ക് നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ ജോലിപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് ആദ്യം വരാം. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടാവും അല്ലേ? ഈ ജോലി തരുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്. എനിക്ക് തോന്നുന്നു പബ്ലിക് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. കാരണം അവിടെ ഒരുപാട് ടാർഗറ്റ് ബേസ്ഡ് ജോലികളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതൊക്കെ ആയിരിക്കും. ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന ഒരു വലിയ ഓർഡറൊക്കെ നമുക്ക് മുന്നിലേക്ക് വന്ന് വീഴുമ്പോൾ തീർച്ചയായിട്ടും വലിയ സമ്മർദ്ദങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജോലി പോലും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ജോലിപരമായിട്ടുള്ള ഈ ടാർഗറ്റ് ബേസ്ഡ് ജോലികളാണ് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ ഉണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദം വളരെ വലുതാണ്. ജീവിതകാലം മുഴുവൻ ഈ പ്രഷർ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ എങ്ങനെയാണ് ലളിതമാക്കുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ലളിതമാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനാവുകയുള്ളൂ. ഇതിനാദ്യം വേണ്ടത് എല്ലാ ഉത്തരവാദിത്തങ്ങളും, ഏത് തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളായാലും അതിന് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ബോധവാന്മാരായിരിക്കണം. അതിനനുസരിച്ചിട്ട് അതിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് അതിന് മനോഹരമായിട്ട് അതിനെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ആ കാര്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനോഹരമായിട്ട് ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ മിക്ക ആളുകളെ സംബന്ധിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതിലിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ട മത്സരത്തിലാണ്. ആ ഓട്ട മത്സരം എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദങ്ങളോടെയാണ്. എന്നാൽ വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ആസ്വദിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
നന്നായിട്ട് തയ്യാറെടുത്ത കുട്ടികൾ വളരെ ആസ്വദിച്ചിട്ട് അത് എഴുതുന്നുണ്ടാവും അല്ലേ. നന്നായിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടൈം ടേബിളൊക്കെ തയ്യാറാക്കി ഓരോ വിഷയത്തിനും എത്ര സമയം വേണം എന്നൊക്കെ തയ്യാറാക്കി അതോടൊപ്പം തന്നെ കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും വീഡിയോ ഗെയിം കളിക്കാനും ഒക്കെ സമയം കണ്ടെത്തുകയും അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് തയ്യാറാക്കിയിട്ട് പഠിച്ച കുട്ടികൾ വളരെ ആസ്വദിച്ച് പഠിക്കുകയും മനോഹരമായിട്ട് എക്സാം എഴുതുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ തയ്യാറെടുപ്പ് ഇല്ലാതാണ് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പ്രതിസന്ധിയിലേക്കും വലിയ സമ്മർദ്ദങ്ങളിലേക്കും പോകാനുള്ള കാരണം. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ലളിതമാവണമെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ മനോഹരമാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി നമുക്ക് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് വരാം. ഞാൻ ഓരോ ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് നമുക്കൊക്കെ സ്വയം ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. വിവാഹപ്രായമായ ഒരു മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ സംബന്ധിച്ച് വലിയ ടെൻഷനാണ്. ഒരു നല്ല കയ്യിൽ ഏൽപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ട് എപ്പോഴും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്നവരാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഒരു പെൺകുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാലേ തുടങ്ങും അച്ഛനമ്മമാരുടെ ആവലാതികളും വേവലാതികളും. ഇത്രയധികം ആവലാതികളും വേവലാതികളൊന്നും ശരിക്ക് ആവശ്യമില്ല എന്നുള്ളത് പലപ്പോഴും ഓർക്കാറില്ല. കാരണം കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ വർഷങ്ങൾ ആ മകൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. നമ്മളതൊന്നും ചെയ്യില്ല. നമ്മൾ ലാസ്റ്റ് എന്താണ് ചെയ്യുക, കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ട് 2-3 മാസം ഉണ്ടാവും. ആ സമയത്തിനുള്ളിലാണ് അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. എവിടെയാണ് നമുക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? ജീവിതത്തിൽ ആ പെൺകുട്ടി വിവാഹപ്രായത്തിൽ എത്തുന്നത് വരെയുള്ള സമയം ടെൻഷൻ അടിച്ച് കഴിഞ്ഞവരാണ് ഈ അച്ഛനമ്മ എന്ന് പറയുന്നത്. കാരണം എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് നടക്കുകയല്ലാതെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനി അതിലപ്പുറം വിവാഹത്തിന് വേണ്ടിയിട്ട് ഏതായാലും വിവാഹം റെഡിയായി, ഇനി അത് നല്ല രീതിയിൽ നടത്തണം. നമ്മളെന്താ ചെയ്യുക? കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല, ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. നമ്മൾ കുറേ കടം വാങ്ങും, എട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങും, ലോൺ എടുക്കും, കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തും. പക്ഷേ പിന്നീട് ജീവിക്കുന്നത് ഈ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ മനസ്സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരാൾ ജീവിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്തുകൊണ്ട്? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഭാരങ്ങളാണ്. പക്ഷേ ഇത് ഭാരമാവാതിരിക്കണമെങ്കിൽ നല്ല തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരു ഭാരമായിട്ട് മാറുകയില്ലായിരുന്നു, മറിച്ച് അത് വളരെ ലളിതമായ ഒരു കാര്യമായിട്ട് മാറുമായിരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നത്. എന്നാൽ ഇതിനെ ലളിതമാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സമാധാനമോ സന്തോഷമോ നഷ്ടപ്പെടുത്തില്ലായിരുന്നു. ഇനി ബാധ്യതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ബാധ്യതകൾ ആരും ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ മാത്രമാണ്. ജനിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടോ? സാമ്പത്തികമായ ബാധ്യതകൾ ഒരിക്കലുമില്ല. അച്ഛനമ്മമാർ മക്കൾക്ക് കൈമാറിയ ബാധ്യതകൾ അത് വിട്ടേക്ക്. അതിലപ്പുറം ജനിക്കുന്ന ഒരു കുട്ടിക്കും ബാധ്യതകളൊന്നുമില്ല. പിന്നീട് അവൻ വളർന്നു വരുമ്പോൾ, അവൻ ജീവിച്ചു തുടങ്ങുമ്പോൾ അവൻ ഉണ്ടാക്കിയെടുക്കുന്ന ബാധ്യതകളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ ഉണ്ടാക്കിയവരാണ്. ബാധ്യതകൾ ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതും കടം വാങ്ങുന്നതും തെറ്റൊന്നുമല്ല. പക്ഷെ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ബാധ്യതകളല്ല നമ്മൾ ഏറ്റെടുക്കാറുള്ളത് എന്നുള്ളതാണ്. നമുക്കൊരു വീട് വയ്ക്കണം. വീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വീടാണ് എടുക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള വീടുകളല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് നമ്മുടെ ആവശ്യത്തിൽ അപ്പുറം ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ വീടൊക്കെ എടുക്കും, വലിയ ലോണൊക്കെ എടുക്കും. ഇതടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താങ്ങില്ല. അപ്പോൾ എന്താവും? ഓവർ ഡ്യൂ ആവും. പിന്നീട് ജീവിതകാലം മുഴുവൻ മനസ്സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കും. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, വീടെടുക്കുക എന്ന് പറയുന്നതും വീട് ഉണ്ടാക്കണമെന്ന് പറയുന്നതും നമുക്ക് ആദ്യമേ അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. നമ്മളൊരു തറവാട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. കുറേ കഴിഞ്ഞാൽ എനിക്കൊരു വീട് വേണമെന്ന ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊന്നും തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. ഒടുവിൽ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങേണ്ടി വരും എന്ന അവസരത്തിലാണ് നമ്മൾ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുക. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് വീടുണ്ടാക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഇവിടെയും തയ്യാറെടുപ്പിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഒരു വീടുണ്ടാക്കുക എന്ന മാനസികാവസ്ഥ നമ്മൾ ആദ്യം കളയണം. നമുക്കെല്ലാത്തിനും ധൃതിയാണ്. മെല്ലെ മെല്ലെ നമുക്ക് കിട്ടുന്ന കുറച്ച് പണങ്ങളൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടാണ് മെല്ലെ എടുത്താൽ മതി. വലിയ തിരക്കൊന്നുമില്ല. 3-4 വർഷം കൊണ്ടൊക്കെ, 4-5 വർഷം കൊണ്ടൊക്കെ ഒരു വീട് പണിതാൽ മതി. പക്ഷേ ആദ്യമേ അതിൻ്റെ തയ്യാറെടുപ്പുകൾ മെല്ലെ നമുക്ക് നടത്താനാവണം. അല്ലാതെ പെട്ടെന്നൊരു 6 മാസം കൊണ്ട് വീടെടുക്കണം, അതിന് ലോൺ ഇഷ്ടം പോലെയുണ്ട് എന്നൊക്കെ കരുതി ബാങ്കിൽ പോയി ലോൺ എടുത്ത് പെട്ടെന്ന് വലിയൊരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബാധ്യത വളരെ വലുതാണ്. അത് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നമ്മുടെ സന്തോഷങ്ങളെയും നമ്മുടെ മനസ്സമാധാനത്തെയും ഇല്ലാതാക്കുന്നുണ്ട്. ഇത് നമ്മളെ മാത്രമല്ല, നാളെ നമ്മുടെ മക്കൾക്ക് കൂടി അത് നമ്മൾ കൈമാറുന്നു. അവരുടെ സന്തോഷവും സമാധാനവും കൂടി ചെറുപ്പത്തിലെ നഷ്ടപ്പെടുന്നു എന്നല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമാണ് നമ്മുടെ എല്ലാ സന്തോഷങ്ങളും മനസ്സമാധാനവും ഇല്ലാതാക്കുന്നത്.
നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ബാധ്യതകളും നമ്മുടെ സന്തോഷങ്ങളെയും മനസ്സമാധാനവും നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇതിന് കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടി നമുക്ക് ജീവിക്കാനാവണം. കൃത്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ ഈ ബാധ്യതകളും ഈ ഉത്തരവാദിത്തങ്ങളും വളരെ ലളിതമാക്കുവാനും ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു മാനസികമായ ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.